എന്താ സ്വലാത്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ 1-ന് 10 പ്രതിഫലം കിട്ടുന്ന സ്വലാത്ത് പല രൂപങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേത് രൂപവും നമുക്ക് നിർവഹിക്കാം. അതിലേറ്റവും മുന്തിയ രൂപമാണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, നബിയേ, അങ്ങക്ക് സലാം പറയുന്ന രീതി എങ്ങനെയാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്തിനെ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാ പിടിച്ചോ നാരിയ സലാത്ത്, നാ പിടിച്ചോ നമ്മളെ കോണോമ്പാറ തങ്ങളെ സലാത്ത്, മേൽമുറി തങ്ങളെ സലാത്ത് പിടിച്ചോ എന്നാ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സ്വൽപ്പം വ്യത്യാസത്തോടുകൂടി 7ഓളം റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളിലൊക്കെ പരിശോധിച്ചാലും ഈ കമാലിയ കാണൂല, ഈ നാരിയ സ്വലാത്ത് കാണൂല. അതുകൊണ്ട് റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന സ്വലാത്ത് ചൊല്ലാനാണ് മുജാഹിദുകൾ ഉപദേശിക്കുന്നത്. അതല്ലാതെ സ്വലാത്ത് വേണ്ടാന്നല്ല. ഉള്ള സ്വലാത്തേ ചൊല്ലാവൂ. ഉള്ള സ്വലാത്ത് ചൊല്ലിയാലേ 1-ന് 10 പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അത് സമയം കിട്ടുമ്പോൾ നീ കച്ചവട ഷോപ്പിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ നീ സ്വലാത്ത് അധികരിപ്പിച്ചോ, നിനക്ക് റബ്ബ് 1-ന് 10 കണ്ട് പ്രതിഫലം തരും, തീർച്ചയാണ്. പക്ഷേ അത് ഉള്ള സ്വലാത്ത് ചൊല്ലിയാലല്ലേ കിട്ടുകയുള്ളൂ. ഈ ഇല്ലാത്ത നാരിയ സ്വലാത്ത് ഈ കൗമിനെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ഒരു പുത്തൻ ചരക്ക് എന്തിന് നിങ്ങൾ ഇറക്കുമതി ചെയ്തു? എന്നിട്ടോ എന്താ ഇതിന്റെ മഹത്വം? 4444 പ്രാവശ്യം ചൊല്ലിയാൽ വിസ കിട്ടാത്തവന് വിസ കിട്ടും, ശമ്പളം കൂടാത്തവന് ശമ്പളം കൂടും, ലീവ് പാസ്സാകാത്തവന് ലീവ് പാസ്സാകും, അതുപോലെ തന്നെ ഒളിച്ചോടേണ്ടവന് ഒളിച്ചേടാനുള്ള കാര്യം ഉടനെ ശരിയാവും. അതല്ലേ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ? അതല്ലേ ഏതുദ്ദേശം മുൻനിർത്തിയിട്ടാ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന് വളരെ ഉഷാറാണ് ആ സ്വലാത്ത്. എന്തുദ്ദേശിച്ച് ചൊല്ലിയാലും ആ കാര്യം കൃത്യമായി വീടും എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ സ്വലാത്ത് ചെല്ലുന്നത് എന്തിനാ? സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇവർ തന്നെ ഒരു സ്വലാത്താണ് ഉണ്ടാക്കി. എന്നിട്ട് ആ സ്വലാത്ത് ഉണ്ടാക്കിയെന്ന് മാത്രല്ല, ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താ നോക്കൂ നിങ്ങൾ. ഓരോ ദിവസവും 500 പ്രാവശ്യം മേൽപ്പറഞ്ഞ സ്വലാത്ത് ചൊല്ലിയാൽ ഉണർച്ചയിൽ തന്നെ നബി തിരുമേനിയുമായി കണ്ടുമുട്ടുകയും, സ്വപ്നമൊന്നല്ല, ഈ പറയുന്ന 500 സ്വലാത്തുകളാണ് ഒരു ദിവസം ചൊല്ലിയാൽ ഉണർച്ചയിൽ തന്നെ നബി തിരുമേനിയുമായി കണ്ടുമുട്ടുകയും ഒരുമിച്ചു കൂടുകയും ചെയ്യുന്നത് വരെ അദ്ദേഹം മരണമടയുകയില്ല. അപ്പൊ മരിക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനെ നേരിട്ടാണ് കാണും, നേരിട്ട് നബിയുമായിട്ട് മുലാഖാത്തും സംഭാഷണമൊക്കെ നടത്തും. ഇബ്ലീസ് പഠിപ്പിച്ച സ്വലാത്ത് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയമില്ല, റസൂൽ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, അങ്ങ് മരിക്കണീനോ മുന്നേറ്റെന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല.